നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിയമത്ത് മത്സരിക്കുമോ? അല്ല, രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ, നിയമത്ത് താൻ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ BJPയുടെ ചരിത്രത്തിൽ അസാധാരണമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങനെ BJPയിൽ കേട്ടുകഴിവിയില്ല. അത് സംസ്ഥാന തലത്തിൽ ആലോചിച്ച് കേന്ദ്ര സമിതിക്ക് ലിസ്റ്റ് കൊടുത്ത് അങ്ങനെ ഒരു പ്രഖ്യാപനം വരികയാണ് പതിവ്. ആ പതിവ് ലംഘിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നിയമത്ത് താൻ സ്ഥാനാർത്ഥിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പലരും നെറ്റി വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടിക്കില്ലല്ലോ. അങ്ങനെ ഒരാൾക്ക് ഏകപക്ഷീയമായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഞാൻ കരുതുന്നത് അതിനകത്ത് അസ്വാഭാവികമായി ഒന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായും കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടെ കൂടി തന്നെ ആയിരിക്കണം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പിന്നെ പാർട്ടി നിൽക്കാൻ പറ്റില്ല. സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാതെ അറിയാതെ ഇങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി സ്വയം ഞാൻ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിലുണ്ടാവില്ല. അതാണ് BJP എന്ന പാർട്ടി. അപ്പോൾ കൃത്യമായിട്ടും BJP കേരളത്തിൽ ഒരു പുതിയ സ്ട്രാറ്റജി പരീക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP കളം നിറയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പം നിയമത്തിൻ്റെ കാര്യം അറിയാം. സംസ്ഥാന നിയമസഭയിലേക്ക് ആദ്യമായി 2016 ഒരു MLA BJPക്ക് സമ്മാനിച്ച മണ്ഡലമാണ് നേമം. O രാജഗോപാലാണ് ജയിച്ചത് അല്ലേ? 8671 വോട്ടുകൾക്ക് O രാജഗോപാൽ നിയമമണ്ഡലം പിടിച്ചെടുത്തെങ്കിലും പക്ഷേ 5 വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുമ്മനം ശിവൻകുട്ടിയുടെ തോറ്റുപോയി. അത് 3049 വോട്ടുകൾക്ക് മറ്റാണ് തോറ്റുപോയത്. അത് കുറച്ചുകൂടെ ജാഗ്രതയോടെ പണിയെടുത്തതെങ്കിൽ ജയിക്കാൻ വരുന്ന മണ്ഡലമാണ്. അവിടുത്തെ കുറേ മിസ്മാനേജ്മെൻറ്റുകളൊക്കെ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. ഏതായാലും നേമത്ത് താൻ മത്സരിക്കുമെന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആസന്നമായ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്ന 9-ാം തീയതി നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിർണായകമായ ഒരു നീക്കം എന്ന നിലയിൽ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളത് BJPയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പക്ഷേ അവിടെ ചില ആത്മഹത്യകൾ 2 ആത്മഹത്യ ഇതൊക്കെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ പ്രവർത്തനം വളരെ നന്നായി നടക്കുന്നുണ്ട്. ഇപ്പം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു പദയാത്ര നടത്തിയിരുന്നു അല്ലേ? നിയമമണ്ഡലത്തോടെ കടന്നുപോയി. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു കടിഞ്ഞാൺ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കയ്യിലേക്ക് എടുക്കുന്നൊരു ചിത്രം കാണുന്നുണ്ട്. അപ്പോൾ താൻ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് പറഞ്ഞ് നേമത്ത് ആ നിയമമണ്ഡലത്തിലെ സീറ്റുകളിൽ വലിയൊരു പ്രതിഫലനം ഉണ്ടാക്കാൻ പറ്റും. നേമത്ത് താൻ ഫോക്കസ് ചെയ്യുന്നു, താൻ തന്നെ അവിടെ നിൽക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ഒരു ചൂരുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് ഇത്തരം ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് BJPയുടെ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ പുറത്തു വന്നേക്കാം. കാരണം ഒരു പേര് മാത്രമായിട്ട് പുറത്ത് വിട്ടുകൊണ്ട് പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. ഏതായാലും ഞാൻ നോക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും തിരുവനന്തപുരത്ത് ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുള്ള ഈ പ്രഖ്യാപനം എന്നാണ് വിലയിരുത്താൻ എനിക്ക് തോന്നുന്നത്. കാരണം മറ്റ് വ്യാഖ്യാനങ്ങളുണ്ടാവാം. മറ്റു വ്യാഖ്യാനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർക്ക് പറയുന്ന ഒരാൾ വന്നിട്ട് സ്വയം ഞാൻ തന്നെ എൻ്റെ പേര് ബിമൽ കുമാർ എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്ന ചില പോസ്റ്റുകൾ ഞാൻ കണ്ടു. അങ്ങനെയൊന്നുമില്ല. BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ അധ്യക്ഷന് താൻ ഇവിടെ മത്സരിക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ കേന്ദ്ര നേതൃത്വം കൊടുത്ത ഒരു നോഡിൻ്റെ അനുമതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ആ മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ജാഗ്രതയോടുള്ള പ്രവർത്തനം നടക്കും. കാരണം BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിച്ചില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മേയറും ഏറ്റവും കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു നഗരസഭാ ഭരണവുമാണ് നടന്നിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞു. അത് വല്ലാതെ ഇടതുപക്ഷത്തിന് വേവലാതി ഉണ്ടാക്കി. കാരണം തിരുവനന്തപുരം കേരളത്തിൻ്റെ ജില്ലയിലെ തലസ്ഥാന നഗരത്തിലെ ഭരണസിരാകേന്ദ്രം ഇരിക്കുന്ന സ്ഥലത്തെ കോർപ്പറേഷൻ്റെ ഭരണം BJPക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പോലും വലിയ വാർത്തയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ വലിയ തോതിലുള്ള വികസനത്തിനുള്ള ഫണ്ടൊടുക്കി തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ ആകെ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് നടപ്പാക്കാൻ BJPക്ക് കഴിയും. അത് വല്ലാതെ കോൺഗ്രസിനെയും
CPM-നെയും വിരൽ പിടിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, രണ്ടാമത്തൊരു പ്രഖ്യാപനം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ നിലവാരത്തിലേക്ക് മാറ്റും എന്ന് പറഞ്ഞു. അതിന് ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി വന്നിട്ട് പറഞ്ഞു, അതെന്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലേ, അപ്പോൾ ഇതൊക്കെ പറയാമോ എന്ന് ചോദിച്ചു. ഇത് എന്തൊരു വിവരക്കേടാണ് ഇയാൾ പറയുന്നത്. കോർപ്പറേഷൻ പറയുകയാണ്, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒളിമ്പിക്സ് ഒക്കെ നടത്താനുള്ള പാകത്തിലുള്ള ഫെസിലിറ്റിയുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുമെന്ന് BJP പറഞ്ഞാൽ അതിനകത്ത് എന്താ കുഴപ്പം? കാരണം BJP മുന്നോട്ട് വെക്കുന്ന പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായി സംരംഭങ്ങൾ നടത്തിയിട്ടൊരു ടെക്നോക്രാറ്റ് കേരളത്തിലെ BJP-യെ നയിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് വികസന അജണ്ടയാണ്. കാരണം അദ്ദേഹത്തെ കാണുന്നത് തന്നെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റെടുത്ത BPL ഉൾപ്പെടെയുള്ള കമ്പനികളുടെ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെയുള്ള വ്യവസായ സംരംഭങ്ങളൊക്കെ കൊണ്ടു നടന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു IT പ്രൊഫഷണൽ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒളിമ്പിക് നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ ചെറുപ്പക്കാരെ വല്ലാതെ ആകർഷിക്കും. അത്തരം ഒരു സ്റ്റേഡിയം വന്നു കഴിയുമ്പോഴത്തേക്ക് വലിയ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയോ ഒക്കെ വന്നാൽ എവിടെയാണ്, എല്ലാം കൊച്ചിയിലേക്ക് ഫോക്കസ് ചെയ്യണം. അത് മാറിയിട്ട് വലിയ ഈ ഒളിമ്പിക് നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം തിരുവനന്തപുരത്ത് വന്നാൽ ഒരുപാട് അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ തിരുവനന്തപുരത്തേക്ക് മാറും. തിരുവനന്തപുരത്തേക്ക് മാറുമ്പോൾ തിരുവനന്തപുരത്തെ ഈ കണക്ടിവിറ്റി കൂടും, അവിടുത്തെ വരുമാനം കൂടും. ഇപ്പം നമ്മൾ കൊച്ചിയിൽ തന്നെ ഒരു വലിയ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ 10,000-കണക്കിന് ആളുകളാണ് വരുന്നത്. ആ സമയത്ത് ചുറ്റുപാടും ഉണ്ടാകുന്ന ഓട്ടോ നിരക്ക്, ടാക്സി കൂലി, ബസ് ചാർജ്, കടകളിലെ തിരക്ക്, ഹോട്ടൽ മുറികളുടെ കച്ചവടമൊക്കെ വലിയ തോതിൽ സാമ്പത്തികം വരുന്നൊരു കാര്യമാണ്. അങ്ങനെ നിരന്തരം മാസത്തിൽ 4-5 എന്ന തരത്തിലേക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂർണമെൻറ്റുകളൊക്കെ വരുന്ന ഒരു സ്റ്റേഡിയമായി, ഇൻ്റർനാഷണൽ സ്റ്റേഡിയമായി തിരുവനന്തപുരത്തെ സ്റ്റേഡിയം മാറിയാൽ ആ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഡ്രാസ്റ്റിക്കായിട്ടൊരു ചേഞ്ച് ഉണ്ട്. ഇതൊന്നും കാണാത്തതുകൊണ്ടാണ് ഈ കിണറ്റിലെ തവളയെ പോലെയുള്ള ശിവൻകുട്ടിക്കൊന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ ഇതൊക്കെ പറയാം. പിന്നെ ഏത് തെരഞ്ഞെടുപ്പ് ഇതൊക്കെ പറയേണ്ടത്? ഒരു പ്രദേശത്തിൻ്റെ വികസനം പ്രാദേശികമായി പ്ലാൻ ചെയ്ത്, അതിനാണല്ലോ ജനകീയാസൂത്രണം എന്നൊക്കെ പറയുന്നത്. ലോക്കൽ ബോഡി എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. കാരണം തിരുവനന്തപുരത്ത് പാളയത്ത് എന്ത് വികസനം വേണമെന്ന് ഡൽഹിയിലിരിക്കുന്ന ആളല്ല തീരുമാനിക്കുന്നത്, പാളയംകാരാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. അതാണ് പ്രാദേശിക വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പ്രാദേശിക വികസനം തന്നെ ഒരു തലസ്ഥാന നഗരിയാകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കുക എന്നുള്ളത് കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പറ്റുന്നില്ല, CPM-ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. തങ്ങൾ അധികാരത്തിൽ വന്നാൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ എങ്ങനെ ഉയർത്താം എന്നുള്ള ചിന്ത അവരുടെ കയ്യിലില്ല. അപ്പോൾ അത് പക്ഷേ BJP അത് മുന്നോട്ട് വെക്കുന്നു. അത് മുന്നോട്ട് വെക്കുമ്പോൾ അത്തരം ആശയങ്ങളുള്ള ഒരാൾ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിക്കുകയൂടെ ചെയ്യുമ്പോൾ തിരുവനന്തപുരം ജില്ലയെ വല്ലാതെ BJP കാത്തു സൂക്ഷിക്കുന്നു, വലിയ ശ്രദ്ധ വയ്ക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്ത് തോന്നുന്നു? തിരുവനന്തപുരത്ത് നേമത്തെ വോട്ടറാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരാൻ പോകുന്നത്. അതെ, ഞങ്ങൾക്കത് വലിയ അഭിമാനമുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കും, 100%. അത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-യുടെ മനസ്സും മത്സരിക്കും. അതിൽ ഒരു കാര്യമില്ല. ശിവകുട്ടി അവിടെ ഒരു 15 വർഷമായിട്ട് പണിയെടുക്കാത്ത ഒരു റോഡുണ്ട്. നമ്മൾ തിരുമലയിൽ നിന്ന് തൃക്കണ്ണാപുരം വഴി നേമത്തേക്ക് വരികയാണെങ്കിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവനും കൊണ്ട് എത്തിച്ചേർന്നാൽ തകർന്ന് തരിപ്പണമായിട്ട് അങ്ങനത്തെ ഒരു റോഡാണ്. 15 വർഷം കണ്ടായി അതിൻ്റെ വസ്തുവൊക്കെ ഏറ്റെടുത്തിട്ടിട്ട് പണിയെടുത്തില്ല. കാരണം അത് UDF ചെയ്തത് കൊണ്ട് ഒരിക്കലും അത് ആ റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ UDF തുടങ്ങിയതാണല്ലോ എന്നുള്ള പേര് പോകുന്നു. അപ്പോൾ ഈ ഉറപ്രദം ചെത്താനും വേണ്ടൂല, നാത്തുൻ്റെ കണ്ണിൽ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളൊരു നിലപാടാണ് CPM-ന് എല്ലാ കാലത്തും ഉള്ളത്. പ്രത്യേകിച്ച് നിയമത്തിൻ്റെ കാര്യത്തിനകത്ത് എന്തെങ്കിലും വികസനം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവിടുത്തെ ഈ കൗൺസിലറൊക്കെ കേന്ദ്ര പദ്ധതികളെല്ലാം അവിടെ കൊണ്ടുവരാറുണ്ട്. എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടാറുണ്ട്. അത് വരുമ്പോഴത്തേക്ക് ഇവർക്ക് വലിയ പ്രശ്നമാണ്. അതിനെ എങ്ങനെയും പാര വയ്ക്കാനാണ് അവിടെയുള്ളവർ നോക്കുന്നതെന്നുള്ളത് CPM-ഉം കോൺഗ്രസും ഒക്കെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അവിടുത്തെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് വർഗീയതയാണ്. വർഗീയത പറഞ്ഞു BJP അല്ലേ? അല്ല, അവിടെ നേരെ തിരിച്ചാണ്. ഈ പറയുന്ന BJPക്ക് പ്രവർത്തനം കോൺഗ്രസിന്റെ കയ്യിലുമാണ്. അവിടെ വലിയ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് കോൺഗ്രസ് കാലങ്ങളായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കിട്ടിയാൽ BJP-യുടെ വോട്ടെങ്ങനെയെങ്കിലും കളയാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നത്. കാരണം ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ് അവിടെ. അതിന്റെ പേരിൽ വലിയ രീതിയിൽ ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നിരന്തരമായിട്ട് കോൺഗ്രസും CPM-ഉം ഒക്കെ ചേർന്ന് ശ്രമിക്കാറുണ്ട്. പക്ഷെ നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രയേറെ സംഘടിതമാണ് അവിടുത്തെ ഹിന്ദു ജനവിഭാഗം. അല്ല, നമ്മൾ ഈ പുറമേ നിരീക്ഷിക്കുമ്പോൾ, കുറച്ച് മാറിയിരുന്ന് നിരീക്ഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ എന്തൊക്കെ വന്നാലും BJPക്ക് തന്നെ കിട്ടുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ
സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിച്ചതുകൂടി അതിനെന്ത് മാറ്റം ഉണ്ടാവും? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു ഐക്കണാണ്. അദ്ദേഹം അവിടെ വരുമ്പോഴത്തേക്കും വലിയ വികസനം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ, അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം, അത് ആ മേഖലയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് നിയമത്തിൻ്റെ കാര്യത്തിനകത്ത് നിയമത്ത് വലിയ പുരോഗതി ഉണ്ടാകും. കാരണം നിയമം ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നിയമം ഇപ്പോൾ നോർത്ത് സെൻട്രൽ നോർത്ത് സൗത്ത് 3 സ്റ്റേഷൻ, കൊച്ചുവേളി ഉൾപ്പെടെ. അതെ, അങ്ങനെ അപ്പം അവിടെ വലിയ വികസനം വരികയാണ്. കാരണം ഇപ്പോൾ റെയിൽവേ ഡബിളിംഗ് നടന്നു, റെയിൽവേ വികസനം വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിയമം എന്ന് പറയുന്നത് അടുത്ത തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന്, അതായത് നഗരത്തിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തിന് വലിയ രീതിയിലുള്ള വികസന സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ അവിടുന്ന് ഈ കണക്ട് ചെയ്ത് നേരെ വിഴിഞ്ഞത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡുകൾ എല്ലാം ഉള്ളത് നേമത്ത് നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സാധ്യത ഒരുക്കാനായിട്ട്, ആ മണ്ഡലത്തിനെ വളർത്തിയെടുക്കാനായിട്ട്, ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വികാസം കൊണ്ടുവരാനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ദീർഘവീക്ഷണമുള്ള നേതാവിന് കഴിയുമെന്നുള്ളതാണ്. ഈ ശിവൻകുട്ടി അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല. അപ്പോൾ നിയമം മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP തൂത്തുവരും. അതെ, അത്രയേറെ വലിയ നീക്കമാണ് അവിടെ നടക്കുന്നത്, അത്രയേറെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കാരണം BJPയുടെ കയ്യിലാണ് തിരുവനന്തപുരം സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. അത്രയേറെ ജനങ്ങളിൽ അത്രയേറെ സ്വാധീനമുണ്ട്. ഒന്നിനൊന്നിന് മികച്ച കൗൺസിലർമാർ. ആ BJPയുടെ എല്ലാ കൗൺസിലർമാരും വലിയ കഴിവുള്ളവരും മികച്ച ആൾക്കാരുമാണ്. അപ്പം ഞങ്ങളുടെ വാർഡിൽ മത്സരിക്കുന്നത് MR ഗോപൻജിയാണ്. ഗോപൻജി എന്ന് പറഞ്ഞാൽ വലിയ സ്വീകാര്യതയുള്ള, ജനകീയ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്ന, ജനങ്ങളുമായിട്ട് അത്ര ഹൃദയബന്ധം പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും അവിടെ ജയിക്കും, ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ കോർപ്പറേഷൻ CPMന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും, അത് BJP സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ വളരെ കണക്കുകൂട്ടി RC നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം, അല്ലേ? അതെ, തീർച്ചയായും. ഏതായാലും തിരുവനന്തപുരം ചരിത്രം എഴുതാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് ചരിത്രം എഴുതാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഈ പ്രഖ്യാപനം വലിയ തോതിൽ BJP പ്രവർത്തകർക്ക് ഊർജം പകരുമെന്ന് നമുക്ക് പൊതുവിൽ വിലയിരുത്താം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത്. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.